നമ്മുടെ മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് ധനമന്ത്രി. ആദ്യത്തെ സാങ്കേതികമായി നമുക്ക് ആദ്യത്തെ എന്ന് തന്നെ പറയാം. കാരണം ജൂലൈയിൽ അവതരിപ്പിച്ചത് വോട്ട് ഓൺ അക്കൗണ്ടിന്റെ ബാക്കിയായിരുന്നു, എന്നാലും ബാക്കി വർഷത്തേക്കുള്ളതായിരുന്നു. അങ്ങനെ ഒന്നാമത്തെ ഒരു ഫുൾ ഇയറിലേക്കുള്ള ബജറ്റ് എന്ന നിലയിൽ അവതരിപ്പിക്കുകയാണ്. സമ്പൂർണ്ണ ബജറ്റ് എന്ന് പറയാം അല്ലെ. രണ്ടാമത്തെ ബജറ്റ് ആണെങ്കിൽ കൂടി ഇന്നത്തേതാണ് ഒരു പൂർണ്ണമായ ബജറ്റ് ഉണ്ടാവുക അല്ലെ. അപ്പൊ എന്തായാലും തുടർച്ചയായി 8ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന ബഹുമതി കൂടി നിർമ്മല സീതാരാമൻ ഇന്ന് നേടാൻ പോവുകയാണ്. ഒരു പ്രധാനമന്ത്രി കീഴിലാണ് ഇതെല്ലാം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് അല്ലെ. അപ്പോ ബൽറാം നെടുങ്ങാടി ഉണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും. അതെ ബൽറാം, വെരി 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 ഗുഡ് മോർണിംഗ്. അങ്ങനെ തുടർച്ചയായ 8ാം ബജറ്റ് പ്രഖ്യാപനത്തിനൊരുങ്ങുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ചില ഘടകങ്ങൾ അനുകൂലമാണ്. കാരണം ഒരു ജനപ്രിയ ബജറ്റ്, വലിയ തെരഞ്ഞെടുപ്പുകളൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ജനപ്രിയ ബജറ്റ് എന്നതിലേക്ക് പോകേണ്ട, ചില കർശനമായ നടപടികൾ എടുക്കാൻ ധനമന്ത്രിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഈ ബജറ്റിൽ. മറ്റൊന്ന്, രാജ്യത്ത് ചില സാമ്പത്തിക രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. അതിൽ രണ്ടാം പാദ GDP 5.4 ആയി താഴുന്നു. അതേപോലെ തന്നെ കമ്പനികളുടെ പാദഫലങ്ങൾ കുറയുന്നു, ഡിമാൻഡ് രാജ്യമൊട്ടാകെ കുറയുന്നു, വിലക്കയറ്റം കൂടുന്നു. അപ്പോൾ ഇതൊക്കെ പിടിച്ചു നിർത്തി സമ്പദ് വ്യവസ്ഥയെ ഒന്ന് ഉത്തേജിപ്പിക്കാനുള്ള ഒരുപാട് പദ്ധതികൾ ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ബജറ്റിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം? വെരി വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന പ്രജിൻ. ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണ ബജറ്റ് ധനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദങ്ങളില്ലാത്ത ഒരു ബജറ്റ് തന്നെയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഡൽഹി തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇപ്പോൾ അടുത്ത് നിൽക്കുന്നത്. അതേസമയം മറ്റെല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ ഒട്ടേറെ സാഹചര്യങ്ങൾ ഇത്തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. രാജ്യം ഒരു സാമ്പത്തിക സ്ഥിരത ഉണ്ട്, അത് അടുത്ത സാമ്പത്തിക വർഷവും പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ നേരിട്ടുള്ള വിദേശ നിക്ഷേപ നിരക്ക് വർദ്ധിച്ചിരിക്കുന്നു, ബാങ്കുകളുടെ കിട്ടാക്കടം കുറഞ്ഞിരിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും ഈ സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒപ്പം തന്നെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളുണ്ട്. സാമ്പത്തികമായും മന്ദീഭവിച്ച ഒരു അവസ്ഥ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ ബജറ്റ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ പ്രഖ്യാപനങ്ങളുടെ രൂപത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷ വിവിധ മേഖലകളുണ്ട്, പ്രത്യേകിച്ച് വ്യാവസായിക മേഖല. ഒപ്പം തന്നെ ഈ ബജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് മധ്യവർഗം തന്നെയാണ്. രാജ്യത്തെ നികുതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ക്ലേശങ്ങൾ അനുഭവിക്കുന്നത് രാജ്യത്തെ മധ്യവർഗമാണ്. അവർക്ക് അനുകൂലമായ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകും, പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് നികുതി സ്ലാബുകളുടെ കാര്യത്തിൽ ഈ സ്ലാബിന്റെ ഘടനയിൽ മാറ്റമുണ്ടാകും എന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിൽ എത്രത്തോളം ഇക്കാര്യത്തിൽ ഒരു വ്യത്യസ്തത ഉണ്ടാകും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാത്രമായിരിക്കും വ്യക്തമാകുക. ഒപ്പം തന്നെയാണ് രാജ്യത്ത് ഈ പണത്തിന്റെ ചാക്രീകരണം എളുപ്പത്തിലാക്കുന്നതിന്റെ ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ. അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. വികസിത് ഭാരത് 2047 യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഇത്തരത്തിലുള്ള വികസനം ഉറപ്പിക്കേണ്ടതുണ്ട്. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പദ്ധതികൾ വരേണ്ടതുണ്ട്, പണം ഇറങ്ങേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് റെയിൽവേ അടക്കമുള്ള മേഖലകൾ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളുണ്ട്. രാജ്യത്ത് ഹൈസ്പീഡ് ട്രെയിനുകൾ തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർന്നു വരികയാണ്. കേരളം ഉൾപ്പെടെ വലിയ പ്രതീക്ഷ ഇക്കാര്യത്തിൽ സിൽവർ ലൈൻ പദ്ധതി ഏതാണ്ട് മാസങ്ങളായി സർക്കാരിന്റെ മുന്നിലാണ്. ഇനി കേന്ദ്ര സർക്കാരാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആവർത്തിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി സംസ്ഥാനങ്ങൾ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വ്യാവസായിക മേഖല വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട്. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ ഈ ബജറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം ഇവ പരിഹരിക്കാനുള്ള ഒരു മാർഗം ഈ ബജറ്റിൽ കാണും എന്ന വലിയ പ്രതീക്ഷ രാജ്യത്തെ യുവാക്കളും ഈ ഒരു ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ എത്രത്തോളം ധനമന്ത്രിയുടെ ബജറ്റോടെ സാക്ഷാത്കരിക്കപ്പെടും എന്ന് തന്നെയാണ് രാജ്യം. ശരി ബൽറാം, എന്തായാലും ആ രീതിയിൽ തന്നെയാണ് നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യവർഗത്തിനെ ലക്ഷ്യം വെച്ചുള്ള ഒരു ബജറ്റായിരിക്കും ഇത്തവണ ഉണ്ടാവുക. അതിന് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി
ആ ഒരു മേഖലയിലാണ് കൂടുതൽ ഊന്നലുണ്ടാവുക എന്ന കാര്യം ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ഇത്തവണ ചില കടുത്ത നടപടികളിലേക്ക് കൂടെ പോകണം. കാരണം ഈ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന സമ്പദ് വ്യവസ്ഥ അത് കൃത്യമായ പ്രതിരോധ നടപടികൾ നമ്മൾ എടുത്തില്ലെങ്കിൽ വെന്റിലേറ്ററിലായി പോകും കൂടുതൽ സമയം ഇങ്ങനെ പോകുമ്പോൾ. അതുകൊണ്ട് തന്നെ അതിനനുവദിക്കാതെ ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയിലേക്ക് പണം ഒഴുക്കുക എന്നതാണ് ഏറ്റവും വലിയ. പോക്കറ്റുകളിൽ നിന്ന് പോക്കറ്റുകളിലേക്ക് പണം പോകുമ്പോഴാണ് ഉൽപാദനം നടക്കുകയും നിക്ഷേപം നടക്കുകയും അത് ആ ഒരു സാമ്പത്തിക ചംക്രമണം പൂർത്തിയാവുകയും ചെയ്യും. അതൊക്കെ പറയുമ്പോഴും ഈ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി, ഇതിനെല്ലാം ആകെയുള്ള ഒരു അത്താണി എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്ര ബജറ്റിൽ കനിയണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് സംസ്ഥാനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണ ഈ ബജറ്റിൽ കേരളത്തിന്റെ പേരങ്ങനെ കേൾക്കാറില്ല. പക്ഷെ ഇന്നലെ സാമ്പത്തിക സർവേയിൽ കേരളത്തിന്റെ പേര് നമ്മൾ കേട്ടു. അടിസ്ഥാന സൗകര്യ നിർമ്മാണ മേഖലകളിൽ കേരളം അടിപൊളിയാണ്, ഗംഭീരമാണെന്ന് പറഞ്ഞു. മാത്രമല്ല ഇടുക്കിയിലെ ഇരട്ടയാർ പഞ്ചായത്തിലെ അവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് സാമ്പത്തിക സർവേ. നമുക്കൊന്ന് കൈവിട്ടാം.